CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള ചിതറൽ ജൈന ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇവിടെ വരാനെളുപ്പം കൊല്ലത്ത് നിന്നും പോവുകയാണെങ്കിൽ കന്യാകുമാരി റൂട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് പോകുന്നവർക്കെല്ലാം കന്യാകുമാരി റൂട്ടിൽ കുഴിത്തുറൈ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു കുന്നിൻ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ജൈന ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ മാറിയിട്ടാണ് കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. ചിതറൽ എന്ന ഗ്രാമത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഏകദേശം ഈ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ട ഒരു വഴി, നമ്മൾ താഴെ നിന്ന് മേലോട്ട് കയറുന്ന വഴി, അവിടെ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊന്നും മുകളിലോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വഴിയിലൂടെ ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്ന് മുകളിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു കുന്നിൻ മുകളിലായിട്ടാണ് ഈ ഒരു ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മുകളിൽ നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ കയറി വന്നിട്ട് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന എൻട്രിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഇതിനകത്ത് തന്നെ ഒരു ദേവീക്ഷേത്രം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ആദ്യം കാണുന്ന ഈ ഒരു സ്മാരകത്തിലാണ് നമ്മൾ ആദ്യം സന്ദർശിക്കുന്നത്. ഈ ഒരു സ്മാരകമാണ് നമ്മൾ ആദ്യം സന്ദർശിക്കാത്തത്. അതിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നല്ല കാറ്റാണ് ഈ ഒരു ഭാഗത്ത്. ഈ ഒരു സ്മാരകത്തിൻ്റെ അകത്തൂടെ ഒരു എയർ പാസേജ് 2 ഹോൾസ് ഉണ്ട്. അതാണ് മേളിലും ഇത് കണക്ക്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേ കണക്ക് ഹോൾസ് ഉണ്ട്. ഈ ഒരു ജൈനക്ഷേത്രം ഇവിടെ 9-ാം നൂറ്റാണ്ടിലാണ് ഏകദേശം പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത് ഇത് 9-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊരു ജൈനക്ഷേത്രം എന്നാണ്. ഈ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ലിഖിതങ്ങളിൽ നിന്നും ചരിത്രം പറയുന്നത് ഇതൊരു 1-ാം സഹസ്രാബ്ദം വരെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നീളുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ചരിത്ര ലിഖിതങ്ങളിലും മറ്റ് സാഹിത്യങ്ങളിലുമൊക്കെ ഈ ഒരു സ്ഥലത്തിന് തിരുച്ചാരണത്തു പള്ളി എന്നൊരു പേരും കൂടി ഈ ഒരു സ്ഥലത്ത് അറിയപ്പെടുന്നതായിട്ട് പഴയ ലിഖിതങ്ങളിലും മറ്റും കാണാം. ഈ ഒരു കുന്നിൻ മുകളിൽ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ പഴയ ജൈന കാലഘട്ടത്തിലെ പാറയിൽ കൊത്തിയെടുത്ത കിടക്കകളും മറ്റും കാണാൻ കഴിയും. ഈ ഒരു സ്മാരകത്തിൻ്റെ നമ്മൾ ഇതിലെ കൂടെയാണ് ഞാൻ കയറിയത്. നമുക്ക് നൂന്ന് കയറാൻ പറ്റത്തില്ല. ഇരുന്ന് നമ്മൾ കുനിഞ്ഞിട്ട് പയ്യെ ഇഴഞ്ഞ് വേണം ഇതിനകത്ത് കയറാൻ. അങ്ങനെയാണ് ഇത് കയറിയത്. ഇതിനകത്ത് ഈ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഈ 2 വാതിലുകൾ കണക്ക് കാണാം. ഈ 2 ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ കഴിയും. നമുക്ക് ഇരുന്ന് പയ്യെ ഞെരങ്ങി വേണം ഇറങ്ങാൻ. ഇവിടെ കാണപ്പെട്ട ഈ മലയിൽ കൊത്തിയെടുത്ത കിടക്കകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് ഇത് 1-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലേതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ ഒരു പാറയിടുക്കിന് ഇടയിലൂടെ നമ്മൾ താഴോട്ടിറങ്ങാം. അപ്പോൾ ആ ഒരു പാറയുടെ അടിവശത്താണ് ഒരു ദേവീക്ഷേത്രമുണ്ട്. ഈ ഒരു നമ്മളെ കണ്ട സ്മാരകത്തിൻ്റെ താഴ്വശത്തോടുള്ളതാണ്. അവിടെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ഇടത്തെ സൈഡിൽ നമുക്കിത് കാണാൻ കഴിയും. പഴയകാല കൊത്തുപണികളൊക്കെ പാറയിൽ തന്നെ, ആ ഒരു കുന്നിൻ്റെ പാറയിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഈ ഗുഹാക്ഷേത്രവും മറ്റും 9-ാം നൂറ്റാണ്ടിലേതാണെന്നാണ് പറയുന്നത്. ഈ ഒരു ദേവീക്ഷേത്രം നമ്മൾ ഇതിൻ്റെ താഴ്വശത്തായിട്ട് ആണ് ഒരു ദേവീക്ഷേത്രം കാണുന്നത്. അത് ഏകദേശം പറയുന്നത് 9-ാം നൂറ്റാണ്ടിന് ശേഷം നിർമ്മിച്ചതാവാം എന്നാണ് പറയപ്പെടുന്നത്. ഒരു 14-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ കണ്ടെത്തിയ നിരവധി സ്മാരകങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ സന്ദർശിച്ച ഈ ഒരു ജൈനക്ഷേത്രം. ഇതുപോലുള്ള ജൈനക്ഷേത്രങ്ങൾ മധുര ആ ഒരു ഭാഗത്ത് നിറയെ കാണാൻ കഴിയും. ഇതാണ് പാറയിൽ കൊത്തിയ സ്തൂപങ്ങളും പിന്നെ അത് കണക്ക് തന്നെ അവിടുത്തെ ഗുഹാക്ഷേത്രങ്ങളും ഗുഹയിൽ അവർ വസിച്ചിരുന്ന ബെഡ് റോക്സ്, ഒരു പാറകൾ കൊത്തിയാണ് ബെഡായിട്ട് യൂസ് ചെയ്തിരുന്നത്. അത് അവിടെ നമ്മൾ പിന്നെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അവിടെയും ഈ ഒരു ജൈന ടെമ്പിളുകളും ജൈനക്ഷേത്രങ്ങളും ഈ മധുരഭാഗത്ത് നിറയെ കാണാൻ കഴിയും. ആ ഒരു ഏരിയ ഫുള്ള് ഇത് ഈ ഒരു കുന്നിൻ മുകളെല്ലാം ആ ഒരു മധുരഭാഗം മുഴുവനായിട്ടും ഏകദേശം ജൈനക്ഷേത്രങ്ങൾ കാണാൻ കഴിയും പുരാതന കാലത്ത്. ഏകദേശം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗമൊക്കെ കുറേ നശിച്ചു കിടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഇത് 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അവസാനത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ആ ഒരു സമയത്താണ് ഇതൊക്കെ ഒരു പുനർനിർമ്മാണം ചെയ്തെടുക്കപ്പെട്ടത്. ഇതാണ് നമ്മളെ പറഞ്ഞ ക്ഷേത്രം. ഞങ്ങളിതിപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുന്നത്. അതിന് ഉൾവശം ഏകദേശം ഇത് കണക്ക് കാണാൻ കഴിയും. ഏത് ഗ്രില്ലിനിടയിൽ കൂടെ നോക്കുമ്പോൾ ഇത് കണക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാറയുടെ കണ്ട മനസ്സിലായ പാറയുടെ അടിയിൽ ഭാഗത്താണ് ക്ഷേത്രം ഉള്ളത്. അതിൻ്റെ മുമ്പിൽ തന്നെ ഇതൊരു ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളൊരു തടാകം. ഇത് പ്രകൃതിദത്തമായൊരു തടാകമാണ്. അതിനകത്ത് ഓപ്പോസിറ്റ് സൈഡിൽ അതിനകത്ത് ഇറങ്ങാനുള്ളൊരു പടവ് കണക്ക് തന്നെ നിങ്ങൾക്ക് കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയുള്ള ദൃശ്യമാണത്. ആ ഒരു പാറയുടെ മുകളിലുള്ള ദൃശ്യം കാണാൻ കഴിയും. അതൊരു ക്ഷേത്രവും അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കയറി കണ്ട ആ ഒരു ജൈന സ്മാരകമാണ്. പിന്നെ അതിനുശേഷം ഈ ഒരു ഉയർന്ന കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ച കാണാം. നമുക്ക് ചുറ്റുവട്ടം അതിമനോഹരമായിട്ട് കാണാൻ കഴിയും. നല്ല കാറ്റാണ് ഈ ഒരു ഭാഗത്ത്. ഞങ്ങൾ ചെന്ന ഏകദേശം ഒരു 10 മണി ആ ടൈമായിരുന്നു. എന്നിട്ട് നല്ല ആ ഒരു രാവിലെ ടൈം നല്ല കാറ്റുണ്ടായിരുന്നു. ആ ഒരു ഭാഗം മൊത്തം നമുക്ക് ചുറ്റുവട്ടം മൊത്തം നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ നമ്മൾ ഈ കൊല്ലം, ട്രിവാൻഡ്രം അല്ലെങ്കിൽ പത്തനംതിട്ട ഈ ഒരു ഭാഗങ്ങളിലുള്ളവർക്ക് ഒരു ദിവസത്തേക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ജൈന ക്ഷേത്രവും. പിന്നെ ഇതുകൂടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ പോയത് മാത്തൂർ തൊട്ടിപ്പാലത്തിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരം നമ്മളിതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് നടക്കാനൊക്കെയാണെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. ഈ കുന്നിൻ മുകളിലൂടെ കുറച്ച് നടന്ന് ഇങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തൂടെ ഇങ്ങനെ നടന്ന് വരാൻ കഴിയും. ഇവിടെ നിന്നുള്ളൊരു ദൃശ്യമാണ്. ആ കുന്നിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കയറിയപ്പോൾ അതിന് മുകളിൽ നിന്ന് ദൃശ്യമാണിത്. അതിനുശേഷമാണ് നമ്മൾ മാത്തൂർ തൊട്ടിപ്പാലം അഥവാ മാത്തൂർ, കന്യാകുമാരി ജില്ലയിലാണ് ഈ ഒരു മാത്തൂർ തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു മാത്തൂർ അക്വാഡക്റ്റ് എന്ന് പറയും ഈ ഒരു അക്വാഡക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും നീളമുള്ളതായ അക്വാഡക്റ്റുകളൊന്നാണ് ഈ ഒരു മാത്തൂർ തൊട്ടിപ്പാലം. ഇത് സ്ഥിതി ചെയ്യുന്നത് പറളിയാർ എന്ന് പറഞ്ഞ ആ ഒരു ആറിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു മാത്തൂർ തൊട്ടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ജലസേചനത്തിനുള്ള വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു പാലമാണിത്. ഇത് കാർഷിക ജലസേചനാർത്ഥമൊക്കെ നിർമ്മിക്കപ്പെട്ട ചിറ്റാർ പട്ടണം കനാലിൻ്റെ ഭാഗമായിട്ട് 2 കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഏകദേശം ഒരു 115 മീറ്റർ പൊക്കത്തിൽ 1 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു മാത്തൂർ തൊട്ടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു 1966 ഈ ഒരു പാലം നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പ് പോകുന്നവർക്ക് ഈ ഒരു 2 സ്ഥലവും കണ്ട് വിസിറ്റ് ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും നമ്മുടെ ഇതുപോലുള്ള വൺ ഡേ ട്രിപ്പുകളും അല്ലെങ്കിൽ 2 ഡേ ട്രിപ്പുകളും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.